പാഠം 480. പേടിയും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. ഹലോ ഹലോ ഹലോ, ആരാ ഇത്? ഫോൺ വിളിച്ചിട്ട് മിണ്ടായിരിക്കും. ഹലോ, ഏതാണത്? ഇനി വിളിച്ച അവന്റെ അവസ്ഥാനായിരിക്കും. ആളെ കളിയാക്കുന്നു. ഹലോ ഹലോ, ആരാ? മേലെന്റെ ഫോണിലേക്ക് വിളിച്ച വിവരം അറിയും. നോക്കോ, അഹങ്കാരി. കുറെ നേരം ഏതോ ഒരുത്തൻ ഫോൺ ചെയ്യുന്നു. ഫോൺ എടുക്കാൻ മിണ്ടാടില്ല. ഒരുത്തനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഒരുത്തിയായിക്കൂടെ? ആ, അതെനിക്കെങ്ങനെ അറിയാം? വില്ലേജ് ഓഫീസറുടെ മനോഹരമായ ശബ്ദം കേൾക്കാൻ വേണ്ടി ഏതെങ്കിലും കാമുകി വിളിക്കുന്നാവും. അമ്മേ, ഒരു കാര്യം പറയുമ്പോൾ തമാശ പറഞ്ഞോണ്ട് വരല്ലേ. എനിക്ക് തോന്നുന്നത് നീയുടെ കൂടെ അവരന്വേഷിച്ച് ആരോ വിളിക്കുന്നതാണ്. ഫോണിൽ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുന്നാവും. അവരെ ആർക്കെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ വിളിച്ചൂടെ മോനട്ടാ? അവരേ വില്ലേജ് ഓഫീസറെ പോലെ അല്ല, രണ്ടുപേർക്കും മൊബൈലുണ്ട്. വീണ്ടും വിളിക്കുന്നു. ഇന്നവനെ ശരിയാക്കിയിട്ടെ ആ കാര്യം. ആഹാ, ഹലോ ഹലോ, ആരാ ഇത്? വില്ലേജ് ഓഫീസറുടെ ഫോണിലേക്ക് വിളിച്ചാണോ കളിക്കുന്നത്? ഞാൻ പോലീസിൽ പരാതിപ്പെട്ട നിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഹലോ മോനട്ടാ, ഞാൻ സംസാരിക്കാം. സംസാരിക്ക. ഹലോ ഹലോ ഹലോ, ആരാ ഇത്? മിണ്ടുന്നില്ല. ഇനി ഫോണിന്റെ കുഴപ്പമായിരിക്കും. ഇതാണ് തമാശ കളിക്കുന്ന. ഹലോ ചേച്ചി, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെന്നൊരു സംശയം. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നെന്നുള്ള കാര്യം അപ്പച്ചൻ അറിഞ്ഞു. ഇന്നലെ വൈകിട്ട് എന്റെ ആന്റിയുടെ വീട്ടിൽ ചെന്നിരുന്നു അപ്പച്ചൻ. ചേച്ചിയും സാറും കൂടിയാ ഞങ്ങളെ സഹായിക്കുന്നെന്ന് പറഞ്ഞ് കുറെ ചീത്ത വിളിച്ചെന്നും പറഞ്ഞു. അതൊന്നും സാരമില്ല. ഞങ്ങൾ നിങ്ങളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ രണ്ടുപേരും കൂടി പ്രേമിച്ചു, വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണവും കഴിച്ചു. നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം കോടതി തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇനി എവിടെ താമസിച്ചാൽ എന്താ? അതല്ല, ഇവളുടെ അപ്പച്ചൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ അവരോട് ഭയങ്കര ശത്രുതയായിരിക്കും. എന്നോട് ശത്രുത കാണിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. ഞാനേ കുര്യാക്കോസിനെ പോലെ ചെറിയ ആളല്ല. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. അതൊന്നും അപ്പച്ചന് പ്രശ്നമല്ല. പണ്ട് പഞ്ചായത്ത് റോഡിന്റെ വീതി കൂട്ടാനായി നാട്ടുകാരൊക്കെ സംഘടിച്ച് ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഒരു മൂല റോഡിനായി എടുത്തു. അന്നതിന് മുമ്പിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ കയറി അയാളുടെ കൈ വെട്ടിയതാ അപ്പച്ചന്റെ ഗുണ്ടകൾ. അത് പിന്നെ കേസായി. പക്ഷെ അപ്പച്ചനൊന്നും ചെയ്യാൻ പറ്റിയില്ല. സുപ്രീം കോടതി വരെ പോയി അപ്പച്ചൻ രക്ഷപ്പെട്ടു. അപ്പച്ചന് ഒരുപാട് ഗുണ്ടകളുണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസർ എന്നൊന്നും പറഞ്ഞ ഒരു പ്രശ്നമല്ല. സാറ് സൂക്ഷിക്കണം. കിങ്കി കൊള്ളാലോ. അങ്ങനെ മോഹനേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അനിയലിന്റെ അപ്പച്ചി വിവരം അറിയും. ഇതൊന്നും വെള്ളരിക്കപ്പെട്ടോ? അല്ല പിന്നെ. സാർ, ചേച്ചിക്ക് വല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ സമ്മതിക്കാം. പക്ഷേ എന്റെ അപ്പച്ചന്റെ സ്വഭാവം അറിയാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പച്ചൻ സാറിന് എന്തെങ്കിലും ചെയ്താ കേസാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ചെയ്തു പോയതല്ലേ സാർ. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോ സഹായിക്കാൻ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നന്ദി കാണിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ സാറിനൊരു പ്രശ്നം ഉണ്ടായാ അത് ഞങ്ങളുടെ തെറ്റല്ലേ? ഇതൊക്കെ ഇനി പറഞ്ഞെന്താ കാര്യം? നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് പ്രയാസം അനുഭവിക്കാൻ എന്നെ പോലുള്ളവരും. വേറൊരു പ്രശ്നം കൂടി ഉണ്ട് സാർ.
എന്താ? എന്റെ അച്ഛനും സാറിനോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുക. എന്റെ ഒരു കൂട്ടുകാരൻ ഇത് പറഞ്ഞത്. ഇന്നലെ പെയിന്റ് അടച്ചെന്ന ഒരാളോട് അച്ഛൻ പറഞ്ഞു, എനിക്ക് ആകെ ഉണ്ടായിരുന്ന മകൻ തോന്നിയ വഴിക്ക് പോയി, ഇനി എനിക്കൊന്നും നോക്കാനില്ല, മോഹനേഷ സാറിന് വെച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുന്ന ആളാ. ഇന്ന് രാവിലെ എന്റെ കൂട്ടുകാരനെ വിളിച്ച് സാറിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പച്ചന് സാറിന്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ ഫോൺ നമ്പറും അപ്പച്ചൻ ഇന്നലെ ആന്റിയുടെ മകന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പച്ചൻ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാ. എന്ത് മനസ്സിൽ കാണാൻ? എന്നെ വല്ല ചെയ്ത കളി കാര്യമാവും. പ്രഭാകരൻ ചേട്ടനും കുര്യാക്കോസ് ചേട്ടനും, അല്ല കുര്യാക്കോസ് ചേട്ടനും പ്രഭാകരൻ ചേട്ടനും വില്ലേജ് ഓഫീസിനെ പറ്റിയോ റവന്യൂ ഓഫീസിനെ പറ്റി അറിയില്ല. ഞങ്ങൾ ഭയങ്കര പ്രശ്നക്കാരാ. ഞങ്ങൾ അറിഞ്ഞത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈശ്വരാ, ഇത് തീക്കളിയാവുമല്ലോ. ഹലോ ഹലോ ഹലോ, ഇതവര് തന്നെ ആയിരിക്കും. എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായത്. ആ ഫോണിൽ വിളിച്ചത് ഒന്നിൽ കുര്യാക്കോസരൻ അല്ലെങ്കിൽ പ്രഭാകരൻ ചേട്ടൻ, അതെനിക്ക് ഉറപ്പാ. അവരെന്തിനാ ഇങ്ങോട്ട് വിളിക്കണേ? ആമേ, പറഞ്ഞു വരുമ്പോ അവർ രണ്ടുപേരും ഭയങ്കര ചട്ടമ്പികളാ. എന്നോട് അവർക്ക് നല്ല വിരോധമുണ്ട്. മണികണ്ഠനും അലീനയും പറഞ്ഞ പോലെ എന്നെ അവരെന്തെങ്കിലും ചെയ്യാനാണ് പരിപാടി. ഞാനിവിടെ ഉണ്ടോന്നറിയാൻ വിളിച്ചാവും. എന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി കാണും ഞാനിവിടെ ഉണ്ടെന്ന്. എന്റെ മോഹനട്ട് ഇങ്ങനെ പേടിക്കല്ലേ. അങ്ങനെ ആർക്കെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ നാട്ടിൽ നിയമവും ന്യായമൊക്കെ ഇല്ലേ? നിയമവും ന്യായമൊക്കെ ഉള്ള ഈ നാട്ടിൽ ഓരോ ദിവസവും എന്തുമാത്രം അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യും കാലും വെട്ടം നടക്കുന്നവർക്ക് അതൊന്നൊരു പ്രശ്നമല്ല മാമേ. മോഹനേട്ടാ, കോടതിയിൽ തീരുമാനമായ ഒരു കാര്യമാണ് മണികണ്ഠന്റെ അലീനയുടെ കല്യാണ കാര്യം. അതിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഭാകരൻ ചേട്ടനായാലും കുര്യാക്കോസ് ചേട്ടനായാലും ജയിലിൽ പോകും. എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് അവരെ ജയിലിൽ പിടിച്ചിട്ടെന്ത് കാര്യം? എന്താ പേടിയാ മോഹനേട്ടാ? ഇത് പേടിയല്ല, ഇതിനാണ് വിവേകം വിവേകം എന്ന് പറയുന്നത്. ഒരു ആന മതം പൊട്ടി വരുമ്പോ അതിന് മുമ്പ് കയറി മസിലും പിടിച്ചിരിക്കുന്നത് ധൈര്യമല്ല. വിവേകശാലികൾ ഓടി രക്ഷപ്പെടും. കുര്യാക്കോസ് ചേട്ടനും പ്രഭാകരൻ ചേട്ടനും ഒരുപാട് ഗുണ്ടകളുണ്ടെന്നാ പറയുന്നത്. അവരുടെ ജോലി തന്നെ കൈയും കാലും വെട്ടുക എന്നുള്ളതാണ്. അവരെ നിയമം പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് വിവേകശാലികൾ ചെയ്യാറുള്ളത്. ഞാനും ഒരു വിവേകശാലിയാണ്. ശരി, സമ്മതിച്ചു. വിവേകശാലി, ഈ ഷർട്ട് വിട്ട് വേഗം ഓഫീസിൽ പോകാൻ നോക്ക്. സമയം 9:30 കഴിഞ്ഞു. എല്ലാത്തിനും കാരണം നീയല്ലേ പ്രേമിച്ച് ഓടിച്ചോടി വന്ന അലീനയ്ക്കും മണികണ്ഠന് വേണ്ടി കേസ് വാങ്ങി പോയത്. അതുകൊണ്ട് നീ കേസ് വാദിച്ചോണ്ടാണല്ലോ കയറി കിടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വലിച്ചേറി വന്നത്. നീ കാണിച്ച അഹങ്കാരത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാ. എന്റെ മോഹനേട്ട ഒന്നും പേടിക്കണ്ടെന്ന്. മറ്റന്നാൾ രാവിലെ അവർ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് പോകുന്നതോടെ നമ്മുടെ തലവേദന തീരില്ലേ? അത് വരുമെന്ന് ക്ഷമിക്കുവില്ലേ ഓഫീസറെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രഭാകര ചേട്ടനും കുര്യാക്കോസ് ചേട്ടനും പ്രശ്നക്കാരാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലത്തമ്മ, സത്യത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. മണികണ്ഠൻ അലീനെ പ്രേമിച്ചത് എന്റെ തെറ്റാണോ? അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അവർ രണ്ടുപേരും കൂടി കല്യാണം രജിസ്റ്റർ ചെയ്ത് എന്നോട് ചോദിച്ചിട്ടേ അല്ല. പക്ഷെ കോടതിയിൽ വീട്ടുകാരെ തോൽപ്പിച്ചിട്ട് ഇറങ്ങി വന്ന രണ്ടുപേരെയും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് സാറാണേ. സാറേ, കുര്യാക്കോസേട്ടന്റെ സ്വഭാവം അറിയാലോ. ഭയങ്കര ബ്ലൈഡുകാരനാണ്. അന്യായ പലിശയ്ക്ക് കാശ് കൊടുക്കും. സമയത്തിന് പൈസ തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഗുണ്ടകളെ പറഞ്ഞയച്ച് വീട്ടിൽ വിടും. പോലീസിന് കുര്യാക്കോസേട്ടന് ഒരു പേടിയില്ല. ഇതിപ്പോ അതിനേക്കാളും വലിയ കേസല്ലേ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ ഗുണ്ടകളെ വിടുന്ന കുര്യാക്കോസേട്ടൻ ആകെ ഉണ്ടായിരുന്ന ഒരു മോളെ തിരിച്ചു കിട്ടാൻ എന്തും ചെയ്യൂലേ. ഒന്നാലോചിച്ചാ കുര്യാക്കോസേട്ടന് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു മോളാണ് ഒളിച്ചോടി പോയത്. മാനം കംപ്ലീറ്റ് പോയില്ലേ. ഇനിയിപ്പോ സാറിനെ തല്ലി കയ്യും കാലും ഓടിച്ചിട്ട് ജയിലിൽ പോയി കിടക്കാൻ കുര്യാക്കോസേട്ടൻ തയ്യാറായിരിക്കും. പക്ഷേ
ബ്ലേഡിന് പൈസ കൊടുക്കുന്ന യൗമാർക്കൊക്കെ എന്തോന്ന് ന്യായം സാറേ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഞാനോട് വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ തൊട്ട് ആരായാലും വിവരം അറിയും. എന്തോന്ന് വർത്താനം സാറേ, ഗുണ്ടാക്ക് അങ്ങനെ ഒന്നുമില്ല. രാഷ്ട്രപിതാവിന്റെ 2 പ്രധാനമന്ത്രിയെ കൊന്ന നാടാണിത്. ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുടെ ജീവന് ഒരു വിലയും ഇല്ല. പക്ഷെ സാറിന് തോന്നുന്നുണ്ടാവും വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു ഓരോ കാര്യമാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല. ഉത്തമനെന്തിനാ വെറുതെ പേടിപ്പിക്കാൻ നോക്കുന്നത്? അയ്യോ, ഞാൻ പേടിപ്പിച്ചൊന്നും അല്ല സാറേ, കാര്യം പറഞ്ഞതാ. ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോ സാറ് വില്ലേജ് ഓഫീസ് പോകുന്നത് പ്രശ്നമാണ്. വില്ലേജ് ഓഫീസിൽ എന്താ കുഴപ്പം? സാറേ, ഗുണ്ടകൾ ആഫീസിലോട്ട് കയറി വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. അവിടെ ആകപ്പാടെ ഉള്ളത് ശിശുപാല സാറും കാഞ്ചന സാറും സ്വയംപ്രഭ സാറും അല്ലേ. അവര് വിചാരിച്ച സാറിനെ രക്ഷിക്കാൻ പറ്റുമോ? വീട്ടിലാണെന്നുണ്ടെങ്കിൽ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് സേഫ് ആയിട്ടിരിക്കാം. വില്ലേജ് ഓഫീസിലെ വാതിൽ അടച്ചിടാനും പറ്റൂല. സാറേ, മണികണ്ഠനും അലിയിലെ പോകുന്നത് വരെ സാറ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പേടിപ്പിക്കാൻ നോക്കല്ലേ ഉത്തമ. സത്യസന്ധനായ കൃത്യനിഷ്ഠക്കാരനായ ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. ഏതോ ഗുണ്ടകളെ പേടിച്ച് ഞാൻ എന്റെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നില്ല. വരുന്നത് കാണും. അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നത് വേണ്ട. കണ്ടിട്ടുണ്ടോ ഈ കളിയൊക്കെ? ഈശ്വര, കുര്യാക്കോസേട്ടന്റെയാണ് ഗുണ്ടകള്. ഞാനും മോഹനന്റെ സാറും തമ്മിൽ അടുപ്പമുണ്ടെന്നറിഞ്ഞ അടുത്ത അടി എനിക്കായിരിക്കും. മോഹനേഷ് സാർ എന്താ ശിശുപാലൻ ചേട്ടാ വൈകുന്നത്? ഹോമിയോ ആശുപത്രിയിലെ സ്ഥലം എടുക്കാനുള്ള റിപ്പോർട്ട് കൊടുക്കാനുള്ളത് ഇന്നല്ലേ? സാർ അങ്ങനെ താമസിക്കുന്നല്ലോ. അത് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ എത്തിക്കണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു. എന്നെ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നോ അതോ വൈകിട്ടായാ മതിയോന്ന് ഞാൻ അറിയാതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ പ്രഭേ, എന്നെ സാറ് തല്ലില്ലെന്നേ ഉള്ളൂ. മോഹനേഷിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അതിപ്പോ മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞ അതിൽ നിന്ന് പിന്മാറും. ചെയ്യേണ്ട കാര്യങ്ങൾ സാർ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാ തഹസിൽദാർ സകല കാര്യങ്ങളും സാറിനെ ഏൽപ്പിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ആയിരിക്കണം. അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എത്ര ബുദ്ധിമുട്ടി എഴുതിയാലും 1 മണിക്ക് മുമ്പേ റിപ്പോർട്ട് തീരുമെന്ന് സംശയമോ സാർ? റിപ്പോർട്ട് 1 മണിക്ക് മുമ്പ് തീർത്തിരിക്കണം. ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളയാതെ ജോലി ചെയ്താൽ അതങ്ങ് തീരും. ഒരു ജോലി സമയത്ത് ചെയ്തു തീർക്കുന്ന എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ശിശുപാല, ആ ഫയലുമായി എന്റെ മുറിയിലേക്ക് വരൂ. സർ, ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഫോൺ എടുത്തപ്പോ മോഹനേഷൻ ഉണ്ടോന്ന് ചോദിച്ചു. വന്നില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ എപ്പോ വരുമെന്ന് ചോദിച്ചു. എന്നിട്ട് 10 മണി കഴിയുമ്പോ വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചോദിക്കുക വൈകിട്ട് വരെ ആഫീസിൽ കാണില്ലേന്ന്. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസിൽ പോവും, എന്നിട്ട് 2-3 മണിയാകുമ്പോ തിരിച്ചെത്തുന്നും പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ? ചോദിക്കുമ്പോ പറയാതിരിക്കുന്നത് എങ്ങനെയാ? ആരാണെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദിച്ചു. അപ്പൊ പറയുക അത് മോഹനേഷനെ നേരിട്ട് കാണുമ്പോ മനസ്സിലാവൂന്ന്. വേറെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാനോട് വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ തൊട്ട് ആരായാലും വിവരം അറിയും. എന്തോന്ന് വർത്താനം സാറേ, ഗുണ്ടാക്ക് അങ്ങനെ ഒന്നുമില്ല. രാഷ്ട്രപിതാവിന്റെ 2 പ്രധാനമന്ത്രിയെ കൊന്ന നാടാണിത്. ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുടെ ജീവന് ഒരു വിലയും ഇല്ല. പ്രശ്നമാണ്. ആഫീസിൽ കയറി വന്നതിനെ തല്ലി നാണം കെടുത്താനാണ് പരിപാടി. എന്താ സാറേ? ഒന്നുമില്ല, ഒരു തലവേദന. ഞാൻ ലീവാ. ലീവോ? അപ്പൊ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കണ്ടേ? റിപ്പോർട്ട് നാളെ കൊടുക്കാം. സാറ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ജീവിച്ചിരിക്കാൻ വേണ്ടിയാണല്ലോ ലീവ് എടുക്കുന്നത്. എന്താ സാറേ? അല്ല, തലവേദന കൂടി ഞാൻ കിടപ്പിലായ റിപ്പോർട്ട് നാളെ കൊടുക്കാൻ പറ്റുമെന്ന് പറയായിരുന്നു. ശിശുവല, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയി കൂടെ പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നത് പറഞ്ഞാൽ മതി. അല്ല, എന്തിനാ പോയെന്ന് ചോദിച്ചാൽ? ശിശുപാല, ഒരു വില്ലേജ് ഓഫീസർക്ക് തിരുവനന്തപുരത്ത് പോയ എത്രയോ കാരണങ്ങളുണ്ട്. സെക്രട്ടറിയേറ്റ് വിൽക്കാൻ വെച്ചിരിക്കുക, അത് അളന്നിട്ടപ്പെടുത്താൻ പോയി പറഞ്ഞാൽ മതി.
ഹോ, എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ ശിശുപാലൻ ചേട്ടാ. ഉണ്ടല്ലോ, ആ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. എന്തായാലും കാഞ്ചന സാറിന്റെ പ്രയാസം തീർന്നല്ലോ. ആ റിപ്പോർട്ട് നാളത്തേക്ക് തീർത്താൽ മതിയല്ലോ. ഹോ, ആ ഫോൺ വിളിച്ചവനെ ദൈവം രക്ഷിക്കട്ടെ. ആഹാ, ഇതെന്താ മോഹൻ സാർ ഈ നേരത്ത്? ഈ നേരത്തെ ഇതുവഴി പോയിക്കൂടാ നിയമമൊന്നുമില്ലല്ലോ. അതല്ല, വൈകിട്ട് 5 മണിക്ക് വരുന്ന സാറ് 10:30 ഇതുവഴി വരുന്നുണ്ടോണ്ട് ചോദിച്ചതാ. മാധവൻകുട്ടി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഓ, ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോ ഇതുവഴി പോകും. ചിലപ്പോ രാവിലെ, ചിലപ്പോ ഉച്ചയ്ക്ക്, ചിലപ്പോ പാതിരാത്രി. ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെയും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. സാറിനെ തിരക്കി വീട്ടിൽ ആൾക്കാർ വന്നറിഞ്ഞ് നേരത്തെ പോകുന്നതാവും. ആരെയാ വന്നത്? ആരാണെന്നറിയില്ല. 2 വണ്ടി നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എന്റെ കടയുടെ മുമ്പിൽ നിർത്തി വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തല്ലേ? ആരാ സാറാ കക്ഷികള്? ആരെങ്കിലാവട്ടെ. മാധവൻ ആ സാറേ, ഇതാ ആ വരുന്ന അവരാ. ആ വണ്ടിയാ അങ്ങോട്ട് പോയത്. ഈശ്വര, നടു റോഡിൽ വെച്ച് അടിയുണ്ടായ നാണക്കട. എങ്ങോട്ട്? അല്ല സാറേ, സാർ ഈ വഴിക്ക് എങ്ങോട്ട് പോന്നു? നരകത്തിലേക്ക്. ഇയാള് എന്ത് മനുഷ്യൻ? തുറക്കുന്നില്ലല്ലോ. തുറന്നു. അതങ്ങനെ മറ്റവിടെ പോയി. അവിടെ ഉണ്ടാ. അയ്യോ, അടച്ചിട്ട് പോവാ, അല്ലെങ്കിൽ പിന്നെ അമര് വന്ന് തള്ളി തുറന്നാലോ. അടച്ചേക്കാം. കൊട ഇതെന്താ അടയാത്തത്? മടങ്ങി. അതെ, എന്താ കാര്യം എനിക്കറിയില്ല. ആ, എന്തെങ്കിലും അത്യാവശ്യം കാണും. ഏയ്, അതിനൊന്നും സാധ്യതയില്ലേ. എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. വീടിന്റെ പുറകുവശത്തൂടിയാ വന്നത്. മൊത്തം പ്രശ്നമായി. എന്ത് പ്രശ്നം? മോഹനന്റെ ഓഫീസ് നേരത്തെ പോന്നേ? അല്ല, തിരുവനന്തപുരത്ത് പോകുന്ന കാര്യം പറഞ്ഞെന്താ? അതൊക്കെ വഴിയെ പറയാം. ആ മണികണ്ഠനെയും ഭാര്യയെ സഹായിക്കാൻ പോയത് വലിയ പുലിവാലായി ഭാമേ. കുര്യാക്കോസ് ചേട്ടനും പ്രഭാകരൻ ചേട്ടനും എന്നെ തല്ലാൻ നടക്കുക. എന്തൊക്കെയാ പറയണത്? മനസ്സിലാവില്ല. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നാ ഞാൻ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ മുൻവശത്ത് വാതിൽ എപ്പോഴും കുറ്റിയിട്ടിരിക്കുന്നത്. ആരെങ്കിലും വിളിച്ചാൽ ജനാല തുറന്ന് ആരാണ് എന്ന് നോക്കിയിട്ട് തുറക്കാവൂ. എന്താണ് മോഹനയുടെ കാര്യം? തെളിച്ചു പറ. ഞാൻ പറഞ്ഞില്ലേ, ഗുണ്ടകൾ എന്നെ അന്വേഷിച്ച് നാട് ചുറ്റുക. ഞാൻ അവർ വരുന്ന വണ്ടി കണ്ടു. തലയ്ക്ക് ഇതിൽ കുഴപ്പമുണ്ടോ? കുര്യാക്കോസ് ചേട്ടനും പ്രഭാകരൻ ചേട്ടനും കൊണ്ട് ഇവിടെ വന്നിരുന്നു. എന്നിട്ടെന്താ? ഇന്ന് രാവിലെയാണ് പ്രഭാകരൻ ചേട്ടന് ബോധോദയം ഉണ്ടായത്. ആകെയുള്ള മോനല്ലേ, അവനെ ഉപേക്ഷിച്ചു എന്ന് പറയാനൊക്കെ എളുപ്പമാ. പക്ഷെ വയസ്സുകാലത്ത് ഒരു കൈ സഹായത്തിന് ആരും കാണില്ല എന്ന് അങ്ങേർക്ക് അറിഞ്ഞൂടെ? രാവിലെ പ്രഭാകരൻ ചേട്ടൻ കുര്യാക്കോസ് ചേട്ടന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. പ്രഭാകരൻ ചേട്ടൻ കാര്യം പറഞ്ഞപ്പോ കുര്യാക്കോസ് ചേട്ടനും ബുദ്ധി ഉദിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്, അലീനെ മണികണ്ഠനെ കൊണ്ടുപോകാൻ. ഇവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ മക്കളോട് സംസാരിച്ചു. അച്ഛനും മക്കളും അല്ലേ, 2 മിനിറ്റ് സംസാരിച്ചപ്പോഴും പ്രശ്നം തീർന്നു. അവര് പ്രഭാകരൻ ചേട്ടനോട് പോവുകയും ചെയ്തു. ഇന്നും നാളെയും പ്രഭാകരൻ ചേട്ടന്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് കുര്യാക്കോസ് ചേട്ടന്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അവര് പോകാൻ ഇറങ്ങിയപ്പോ മോഹനേട്ടനെ അന്വേഷിച്ചു. വില്ലേജ് ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പൊ ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു തിരുവനന്തപുരത്തിന് പോയി എന്ന്. എന്താ വെറുതെ ഓടിച്ചു, അല്ല പേടിച്ചു. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ കാലം വല്ലാത്ത കാലം അമ്മേ. എന്തെങ്കിലും പറ്റിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പോട്ടെ. മോഹനേട്ടൻ ചെറിയച്ചൻ വിളിച്ചിരുന്നു. രാവിലെ വിളിച്ചത് മുഴുവൻ ചെറിയച്ചനായിരുന്നു. നമ്മുടെ ഫോൺ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. മടുത്തപ്പോ ചെറിയച്ചൻ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ചെറിയച്ചൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. എന്തോ സർക്കാർ കാര്യാ, വൈകിട്ട് തിരിച്ചു പോകും.
അതിനു മുന്നേ മോഹനേട്ടനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ചെറിയച്ഛനായിരുന്നു വിളിച്ചത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് ഓഫീസിൽ പോണം. എന്തായാലും ഇത്രയും വൈകില്ലേ, ഇനി ഉച്ചയോണ് കഴിഞ്ഞിട്ട് പോവാം. അമ്മേ, ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കെ മോഹനകൃഷ്ണൻ ഒരു പിഴവും വരുന്നില്ല. ധൈര്യത്തിന്റെ കാര്യത്തില് അല്ല, എന്റെ വലിയ ഓഫീസർ ഭയങ്കര ധൈര്യശാലിയല്ലേ? മോഹനകൃഷ്ണൻ ഒരു ഭീരുവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതെന്ന് കരുതരുത്. കക്ഷി തന്നെ പറഞ്ഞതുപോലെ അപകടങ്ങളിൽ നിന്നും ഒഴിവായി നടക്കുന്നത് ഭീരുത്വമല്ല, വിവേകമാണെന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും വീരകഥകളുമായി കാര്യം നിസാരം തുടരുന്നു.